ഹലോ ഗൈസ്, വെൽക്കം ടു mallubeginnersguide. mallubeginnersguide പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മെറ്റാമാസ്ക് ഫോണിലൂടെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, എന്നാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ പേർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. സോ അവരെനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളാക്കിയിട്ട് പറഞ്ഞുതരാൻ ശ്രമിക്കുകയാണ്. ഇപ്പം മെയിൻലി എല്ലാവരും ഒരു കോൺസെപ്റ്റ് വെച്ചാൽ മെറ്റാമാസ്ക് തീരത്തിൻ്റെയാണ്. അതുകൊണ്ട് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഗ്യാസ് ഫീസ് കൊടുക്കുന്നതാണ്. ഇൻഫാക്ട് അത് സത്യമാണ്. തീരത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഗ്യാസ് ഫീസ് കൊടുക്കുക തന്നെ വേണം. അതിപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിലും യൂണിസാപ്പ്, അത് തീരത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതിലും ഡിഫൈയിൽ നമുക്ക് കോയിൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിലും സെയിം ഗ്യാസ് ഫീസ് തന്നെയാണ്. അതല്ലാണ്ട് മെറ്റാമാസ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിക് മെയിനെറ്റ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ BSC മെയിനെറ്റും വേണം നമുക്ക് ആഡ് ചെയ്യാം. മാറ്റിക് മെയിനെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ട്രാൻസാക്ഷൻ ഫീസ് മതി. 0.0001 ട്രാൻസാക്ഷൻ അത്രയൊക്കെ ഫീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കോയിൻസ് വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റും, സ്വാപ്പ് ചെയ്യാനൊക്കെ പറ്റും. മാത്രമല്ല അത് എങ്ങനെയാണ് മാറ്റിക് എങ്ങനെ നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് എങ്ങനെയാണ് മാറ്റിക് മെറ്റാമാസ്കിലേക്ക് ആഡ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ വരുന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ജസ്റ്റ് അതിൻ്റെ എങ്ങനെയാണ് വർക്കിംഗ് നേച്ചർ എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, ഏതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ എന്നുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നമ്മൾ സാധാ ട്രസ്റ്റ് വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് അതേപോലെ തന്നെ ക്രിയേറ്റ് വാലറ്റ് ഇവിടെ നമ്മൾ പാസ്വേഡ് എന്താ വെച്ചാൽ കൊടുക്കുക. ഞാനിപ്പം ഒരു ഡമ്മി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഞാനൊരു ഡമ്മി ആയിട്ട് കാണിച്ചു. അതിനുശേഷം ഞാൻ അവിടെ റിമെമ്പർ മീ കൊടുത്തിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡ്, ഓക്കെ, ക്രിയേറ്റ് പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് ഇവരൊരു ഇത് ചോദിക്കും, റിമൈൻഡർ നമ്മുടെ ഫ്രേസ് ഒരു 12 ഫ്രേസ് നമ്മൾ സെലക്ട് ചെയ്യണം. മെറ്റാമാസ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ ഇത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്, ഇത് കിട്ടില്ല. സോ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാനിത് വീണ്ടും ഇപ്പോൾ വീഡിയോ കട്ടിയത് ഈ ഫ്രൈസ് ഞാൻ അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ബ്ലാക്ക് ആയിരിക്കും കാണുന്നുണ്ടാവും, ഒന്നും കാണുന്നുണ്ടാവില്ല. ഞാനത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. പ്രശ്നമാണ്. ഓക്കെ ഗൈസ്, നമ്മളത് ഓക്കെ ആയിട്ട് ഫ്രൈസ് എല്ലാം അടിച്ചതിന് ശേഷം ലോഗിൻ ആയിട്ടുണ്ട്. എഗ്രി കൊടുത്തിട്ട് ലോഗിൻ ആവുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു മെയിനെറ്റ് ആയിരിക്കും. ഇതാണ് അവരുടെ മെയിൻ ഇൻ്റർഫേസ് ആയിട്ട് വരിക. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് അഡ്രസ്സ്, ഈ കാണുന്നതാണ് കോപ്പി ചെയ്യേണ്ട അഡ്രസ്സ്. ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ച്, ഇപ്പോൾ ബൈനാൻസിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ നിന്നോ ഒരു മാറ്റിക് ഇങ്ങോട്ട് സെൻഡ് ചെയ്യണം, ഇത്ര പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മാറ്റിക് ഇങ്ങനെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ERC20 അവിടെ നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കും ഏത് അഡ്രസ്സിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്, ERC20 ആണോ, BP20 ആണോ, BP ആണോ, പോളിഗൺ ആണോ, ഏത് വേണമെങ്കിൽ ചോദിക്കും. സോ നമ്മൾ ERC20 സെലക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു കോയിൻ ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അഡ്രസ്സ് നമ്മൾ കൊടുക്കുക. ഏതൊരു ടോക്കൺ ആണെങ്കിലും, മാറ്റിക് ആണെങ്കിലും അത് ഏതൊരു ടോക്കൺ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാറ്റിക് എന്നുള്ള ഇതിനകത്തുള്ള മാറ്റിക് എങ്ങനെ നമുക്ക് വരിക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ആഡ് ടോക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ മാറ്റിക് ആണ്. അപ്പോൾ മാറ്റിക് നമ്മൾ മാറ്റിക് ചൂസ് ചെയ്യുന്നു. മാറ്റിക് നെറ്റ്വർക്ക് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. സോ മാറ്റിക് നമ്മൾ ചൂസ് ചെയ്തു, ആഡ് ടോക്കൺ കൊടുക്കുകയാണ്. സോ ഇവിടെ മാറ്റിക് ഉണ്ട്. സോ ഇതിൻ്റെ റിസീവിംഗ് അഡ്രസ്സ് എന്ന് പറയുന്നതും ഈ ഫ്രണ്ട് കിടക്കുന്ന അഡ്രസ്സും സെയിം ആണ്. അതായത് എത്തിരത്തിൻ്റെ മെയിൻ ആയിട്ട് കിടക്കുന്ന അഡ്രസ്സും ഈ മാറ്റിക്കിൻ്റെ സെൻഡ് റിസീവിൽ വരുന്ന അഡ്രസ്സും ഏകദേശം സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. സോ നിങ്ങൾ അവിടുന്ന് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഏത് അഡ്രസ്സിക്കാണോ സെൻഡ് ചെയ്യുന്നത്, അതായത് ഈ അഡ്രസ്സ് കൊടുത്തിട്ട് നിങ്ങൾ റിസീവിംഗ് അഡ്രസ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ERC20 എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതിന് ഞാൻ എന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പം ഇതേ സാധനം ഇതിനകത്ത് വെച്ച് നോക്കിയാൽ ബൈനാൻസിനകത്ത് ചൂസ് ചെയ്തിട്ട് നമുക്ക് ബൈനാൻസ് മെയിനെറ്റും അതുപോലെ മാറ്റിക് മെയിനെറ്റും കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. സോ ബൈനാൻസിൻ്റെ നമ്മളവിടെ ബൈനാൻസിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന സമയത്ത് പോളിഗണിൻ്റെ അഡ്രസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. മാറ്റിക് സെൻഡ് ചെയ്യേണ്ടത് പോളിഗൺ അഡ്രസ്സാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ വന്ന് കിടക്കില്ല. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മാറ്റിക് മെയിനെറ്റിൻ്റെ അതിനകത്തേ വന്ന് കിടക്കുള്ളൂ. ബട്ട് അഡ്രസ്സിൽ ഒരു ചേഞ്ചും ഇല്ല, അഡ്രസ്സ് സെയിം ആണ്. നമ്മൾ സെൻഡ് ചെയ്യുന്ന സ്ഥലത്ത്, അതായത് ഏത് കോയിനിൽ നിന്നാണോ സെൻഡ് ചെയ്യുന്നത്, ഏത് എക്സ്ചേഞ്ചിൽ നിന്നാണോ കോയിൻ സെൻഡ് ചെയ്യുന്നത്, അവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഇവിടെ വന്ന് കിടക്കുക. അഡ്രസ്സ് ഏത് ടോക്കൺ ആണെങ്കിലും സെയിം ആണ്. ഇനി നമുക്കിപ്പം പുതിയൊരു ടോക്കൺ ആഡ് ചെയ്യണമെന്നില്ല. ഇപ്പം കിഷുയിനു നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഷിബ നമുക്കറിയാം ERC-ലാണ്. ഷിബ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഷിബയിനു കാണാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കസ്റ്റം ടോക്കൺ കൊടുക്കണം. നമ്മൾ ട്രസ്റ്റ് വാലറ്റിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് നോക്കുമ്പോൾ ഇവിടെ കസ്റ്റം ടോക്കൺ കൊടുക്കേണ്ടത്. ബിക്കോസ് നമ്മൾ അവിടെ ഈ ഡിജിറ്റ് പ്രൈസ് ഡെസിമൽ പോയിന്റ്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളിപ്പോൾ ഇവിടെ വൺസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ വന്ന് ഫില്ല് ആവും. ഞാൻ അപ്പോൾ കാണിച്ചു തരാം. ഷിബ അഡ്രസ്സ് ഞാൻ ചൂസ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ഇതാ ഷിബ ഇനുവിൻ്റെ എത്തീരത്തിൽ വർക്ക് ചെയ്യുന്ന ടോക്കൺ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ എത്തീരത്തിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യാണ്. എത്തീരത്തിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തു. നേരെ ഇവിടെ വന്ന് മെറ്റാമാസ്കിൽ വന്നിട്ട് വാലറ്റിനെ തന്നെയാണ് മെറ്റാമാസ്കിനകത്ത് വന്ന് ഇവിടെ ക്യാൻസൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടാവും. നമ്മൾ ആഡ് ടോക്കൺസ് കൊടുക്കണം. ഷിബ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ വന്നില്ല. സോ ഇവിടെ കസ്റ്റം ടോക്കണിൽ പോയിട്ട് നമ്മൾ ഈ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യണം. അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് താഴത്തേക്ക് പോയാൽ ഇവിടുന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാലോ ഓട്ടോമാറ്റിക്കലി ഉണ്ട് ഷിബ എന്ന് വന്ന് കിടക്കേണ്ട അതിൻ്റെ ടോക്കൺ പൊസിഷൻസ് എല്ലാം വന്ന് കിടക്കുന്നുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഇവിടെ ആഡ് ടോക്കൺ മാത്രം കൊടുത്താൽ മതി. ആ അഡ്രസ്സ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലോ കോയിൻ ചെക്കിലോ ചെന്നിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ തന്നെ വരാം. ഇപ്പോൾ നിങ്ങൾ പുറത്ത് ബ്രൗസർ പോകാണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. അത് ഇവിടെ ബ്രൗസർ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ മാർക്കറ്റ്സ് ചെല്ലുമ്പോൾ ഇവിടെ ഓൾറെഡി കോയിൻ കേക്കോ കിടക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ ചെന്നിട്ട് മാർക്കറ്റ് ഇതിനകത്ത് പോയിട്ട് നിങ്ങൾ കോയിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്ത് വന്നാലും മതി. അപ്പോൾ നമുക്ക് ഇതിന് പുറത്ത് പോകണ്ട, ബ്രൗസറിൽ നിന്ന് പുറത്തേക്ക് പോകാണ്ട് ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഇതിനകത്തുണ്ട്. ട്രസ്റ്റ് വാലറ്റിനകത്തുണ്ട്. ബട്ട് ഞാൻ കുറച്ചും കൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്യാം. നമുക്ക് വേറെ പോകണ്ട, അഡ്രസ്സ് കോപ്പി ചെയ്യുക, ആഡ് ടോക്കൺ കൊടുക്കുക. ഏതാണ് അഡ്രസ്സ്, പുതിയ കോയിൻ ആണെങ്കിൽ ചിലപ്പോൾ മാക്സിമം നമുക്ക് ഇവിടെ വരില്ല. സോ നമ്മൾ കസ്റ്റം ടോക്കൺ കൊടുത്തിട്ട് ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ നിങ്ങൾ ഏതൊരു അഡ്രസ്സ് സെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ രണ്ട് കാര്യം, നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ ഏതൊരു എക്സ്ചേഞ്ചാണോ സെൻഡ് ചെയ്യണേ, അപ്പം അതിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ BP ആണോ ERC ആണോ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യണേ, ആ അഡ്രസ്സ് ചൂസ് ചെയ്യുക. എല്ലാത്തിനും ഈ ഒറ്റ കോമൺ അഡ്രസ്സാണ്, ഈ ഒരു അഡ്രസ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ബട്ട് നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്നത് ERC20 അല്ലെങ്കിൽ BP20 പോളിഗൺ ഏതാണ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഇവിടെ വന്ന് കിടക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാണ്ട്. ഇവിടെ നമുക്കറിയാം മെറ്റാമാസ്കിൻ്റെ സിമ്പിൾ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ചിത്രം അക്കൗണ്ട് നമുക്ക് വേണം മൾട്ടിപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ വീണ്ടും ഒരു അക്കൗണ്ട് വേണം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സെൻഡ് എന്ന് പറഞ്ഞ ടോക്കൺ അങ്ങോട്ട് സെൻഡ് ചെയ്യാനുള്ളത്, ആഡ് ഫണ്ട്സ് നമുക്ക് റിസീവ് ചെയ്യാനുള്ള സംഭവം. ബ്രൗസർ നമുക്കിപ്പം ബ്രൗസറിലേക്ക് പോകണേക്കാൾ മുമ്പ് സെറ്റിംഗ്സ് ചെല്ലാം. സെറ്റിംഗ്സ് ചെന്ന് ജനറലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡോളറാണ് നേറ്റീവ് കറൻസി. ഇതൊക്കെ നോർമൽ സെറ്റിംഗ്സ് ആണ്. ഇവിടെ സെർച്ച് എഞ്ചിൻ നമുക്കിപ്പം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഡഗ്ഗോ എന്നായിരിക്കും കിടക്കുന്ന അവസ്ഥ. നമ്മളോട് മാറ്റി ഗൂഗിൾ ആക്കുക. ഗൂഗിൾ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും. നമ്മൾ ബ്രൗസറിൽ ചെയ്യുന്ന അതേ സെറ്റപ്പ് നമുക്ക് ഇവിടെ കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് അപ്പോൾ ഫ്രണ്ട് കണ്ട കളർ മാറ്റണമെങ്കിൽ ഇത് ബ്ലോക്ക് ഈസോ ഐക്കണിൻ്റെ ചിത്രം നിങ്ങൾക്ക് വേണേൽ മാറ്റാം. അതായത് ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഇതിൻ്റെ ചിത്രം മാറി, കളർ മാറി. അതേപോലെ നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ടൈപ്പ് ചെയ്യാനുള്ളതാണ്.
പിന്നെ സെറ്റിംഗ്സ് ചെന്ന് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി നിങ്ങൾക്ക് ഇവിടെ പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും, വേണമെങ്കിൽ വീണ്ടും വായിച്ച് നോക്കാം. ഇത് നമ്മുടെ സെക്യൂരിറ്റി ഇതുമായിട്ട് മാത്രമാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മതി. ഇതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഇത് കംപ്ലീറ്റ്ലി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഫ്രൈസ് എല്ലാം വേണമെങ്കിൽ നമുക്കൊന്നും കൂടി നോക്കി എഴുതി വയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് റീസെറ്റ് ചെയ്യാനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗേറ്റ് വേ ഏതാണ്, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊന്നും നമുക്ക് ഈ ഭാഗത്തൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മോട്ടോ എന്താ, നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കോയിൻ വാങ്ങണം, അതുപോലെ വിൽക്കണം, കുറച്ച് സ്റ്റോർ ചെയ്യണം, ഇതൊക്കെ തന്നെ നമ്മുടെ മെയിൻ മോട്ടോ ഉള്ളൂ. സോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. സോ ഇതൊക്കെ വല്ലാണ്ട് വാരി വലിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടി കൺഫ്യൂഷൻ ആക്കുന്നില്ല. അതിനുശേഷം ഇവിടെ കോൺടാക്ട്സ് ഇല്ല. കോൺടാക്ട്സ് നിങ്ങൾക്ക് ഇവിടെ വേറെ ഏതെങ്കിലും കോയിൻ്റെ അഡ്രസ്സ്, ഇപ്പം ട്രസ്റ്റ് വാലറ്റിൻ്റെയോ BNB ഏതെങ്കിലും അഡ്രസ്സ് വേണമെങ്കിൽ ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. ഫൗസറ്റ് പേരൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ നെറ്റ്വർക്ക്സ് ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പം കറൻറ്റ്ലി ഇത്രയും നെറ്റ്വർക്ക് മെറ്റാമാസ്ക് സപ്പോർട്ടാണ്. എത്തീരിയം നെറ്റ്വർക്ക്, റോബ്സൺ ടെസ്റ്റ് നെറ്റ്വർക്ക്, കോവൻ, റിങ്ക് പി, ഇതൊന്നും കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞാൽ എത്തീരിയം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് നെറ്റ്വർക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് നെറ്റ്വർക്ക് കൊടുക്കുക. ആഡ് നെറ്റ്വർക്ക് കൊടുത്തപ്പോൾ നമ്മൾ മാറ്റിക്കിൻ്റെ ആണ്, ഇപ്പം BSC ആണോ അല്ലെങ്കിൽ ബിനാൻസ് സ്മാർട്ട് ചെയിനിൻ്റെ ആണോ അല്ലെങ്കിൽ മാറ്റിക്കിൻ്റെ ആണോ ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ എഴുതി കൊടുക്കുക, ഈ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കൊടുക്കാം. സോ മാറ്റിക് മെയിനെറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടെ മാറ്റിക് നെറ്റ്വർക്കിൻ്റെ നെയിം മാറ്റിക് മെയിനെറ്റ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ചെയ്യുകയാണെങ്കിൽ വീണ്ടും വളരെ വലുതായി ഇപ്പോൾ. മാറ്റിക് മെയിനെറ്റ് ചൂസ് ചെയ്യുന്നു, RPC ഇതേ സാധനം. ഈ സാധനം നിങ്ങൾ ഇതെല്ലാവരും ഓൾറെഡി കോൺഫിഗർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് കിട്ടും. ഇപ്പം HTTPS ഒന്ന് ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. HTTPS RPC മെയിൻനെറ്റ് ഓക്കെ, ഞാൻ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്താണ്. സോ ഞാനിവിടെ ആഡ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സേവ് ആയി കിടക്കുന്നുണ്ടാവും. സേവ് ആയിട്ട് നമുക്ക് മാറ്റിക് മെയിനെറ്റ് എന്ന് പറഞ്ഞ സാധനമായിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവും. സോ നമുക്ക് ഇത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേലെ വാലറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് വാലറ്റിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ഏത് വാലറ്റിലാണോ നമ്മൾ ട്രാൻസാക്ഷൻ അതിൽ ചൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ കറൻറ്റ് എത്തീരിയോ മാറ്റിക് ആഡ് ചെയ്തേക്കണം. സോ എത്തീരിയം ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്. എത്തീരിയം ചൂസ് ചെയ്യുന്നത് കറൻറ്റ് ഇത് ചേഞ്ച് ചെയ്തിട്ട് എത്തീരിയം മെയിനെറ്റിൻ്റെ അണ്ടറിലായിരിക്കും. ഇതെല്ലാം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് മനസ്സിലായെന്ന് ചോദിക്കുന്നത് ഇവിടെയാണ്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും മാറ്റിക് മെയിനെറ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മാറ്റിക് മെയിനെറ്റ് ആണ്. ഇതുപോലെ തന്നെ നമ്മൾ സെറ്റിംഗ്സ് ചെന്ന് നെറ്റ്വർക്ക്സ് ചെന്ന് RPCയിൽ ആഡ് നെറ്റ്വർക്ക് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് BSC എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. BSCയുടെ ഇതാണ് BSC മൈനെറ്റിൻ്റെ വന്ന് കിടക്കണം. സോ ഇത് ഞാൻ ഇതും താഴെ കൊടുക്കാം. നിങ്ങൾ ഇത് ചെയ്യാത്തവരാണെങ്കിൽ ഇതും ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് ഈ കറക്റ്റ് കോളം ഇതേപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ BSC മൈനെറ്റും ആക്റ്റീവായി കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഏത് നെറ്റ്വർക്കിലേക്കാണോ വേണ്ടത് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എത്തീരിയം നെറ്റ്വർക്കാണ്. ഇപ്പോൾ ഞാൻ ഇത് നിങ്ങൾ സൂക്ഷിക്കണം, ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കി മാറ്റിക് മെയിനെറ്റിനകത്ത് ഇവിടെ മാറ്റിക് കിടക്കുന്നുണ്ട്, അതുപോലെ എത്തീരിയത്തിൻ്റെ അവിടെയും മാറ്റിക് കിടക്കുന്നുണ്ട്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ സംഭവം രണ്ടും മാറ്റിക് ആണ്. ബട്ട് എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന എക്സ്ചേഞ്ചിൽ നിന്ന് ചൂസ് ചെയ്യേണ്ട അഡ്രസ്സ്, നമ്മൾ ഏത് അഡ്രസ്സിലേക്കാണോ, ഏത് ബ്ലോക്ക് ചെയിനിലൂടെയാണോ പോകാൻ താല്പര്യം, എത്തീരിയത്തിൻ്റെ ബ്ലോക്ക് ചെയിനിലൂടെയാണോ അല്ലെങ്കിൽ മാറ്റിക് മെയിനെറ്റിൻ്റെ ബ്ലോക്ക് ചെയിനിലൂടെയാണോ നമ്മൾ അവിടെ ചൂസ് ചെയ്യുക. ആ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളവിടെ എത്തീരിയമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി അത് ഇവിടെ ആയിരിക്കും വന്ന് കിടക്കുക. അല്ല നിങ്ങളവിടെ മാറ്റിക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ മാറ്റിക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ആയിരിക്കും വന്ന് കിടക്കുന്നുണ്ടോ, മാറ്റിക് മെയിനെറ്റിൻ്റെ അക്കൗണ്ടിലായിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഞാൻ നാളെ ഇപ്പം BSC ആഡ് ചെയ്തിട്ട് ഇപ്പം BEP സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോയിൻ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സെൻഡ് ചെയ്യുന്ന അഡ്രസ്സ് BEP20 ആണ്, BEP2 അല്ല, BEP20 ആണ് സ്മാർട്ട് ചെയിൻ അഡ്രസ്സ്. സോ അത് വളരെ സൂക്ഷിക്കണം. BEP20 എന്നുള്ള ഒരു അഡ്രസ്സ് ചൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാറ്റിക് മെയിനെറ്റും എത്തീരിയം പോലെ ഞാൻ കാണിച്ച സാധനം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബൈനാൻസിൻ്റെ മെയിനെറ്റ് വരും. സോ അതിലേക്ക് BNBയുടെ മെയിനെറ്റിലായിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു മെയിൻ സ്ട്രക്ചർ. ഒരുപാട് കൺഫ്യൂഷൻ ഒന്നുമില്ല, എല്ലാത്തിനും ഒരൊറ്റ അഡ്രസ്സാണ്. ബട്ട് നമ്മൾ അവിടെ സെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ബ്രൗസറിനകത്ത് ചെല്ലുമ്പം ഓക്കെ, ബ്രൗസറിനകത്ത് ഇതാണ് ഞാൻ പറഞ്ഞു, ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിൻ്റെ, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൻ്റെ. ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ DeFi പ്ലാറ്റ്ഫോംസ് ആണ്, അതായത് നമ്മുടെ കോയിൻ സ്റ്റേക്ക് ചെയ്യാനും ലെൻഡ് ചെയ്യാനും അതുപോലെ എന്താ പറയുക ബോറോ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് DeFi. ഇതിനകത്ത് കുറച്ച് ലിസ്റ്റഡ് ആണ് കോമ്പൗണ്ട് കർവ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ നമ്മൾ മാറ്റിക് മെയിനെറ്റ് അല്ല, ഞാൻ എത്തീരിയത്തിൻ്റെ ഇട്ട് കാണിച്ചു തരാം. കാരണം മാറ്റിക് മെയിനെറ്റിൽ കുറച്ച് DeFis ഇപ്പം കറൻറ്റ്ലി ഇതിനകത്ത് കാണില്ല. എത്തീരിയത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ എത്തീരിയത്തിൻ്റെ മെയിനെറ്റ് ഇട്ട് ഞാൻ കാണിച്ചു തരാം കോമ്പൗണ്ടൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ സാധാ ട്രസ്റ്റ് വാലറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ആൾക്കാർ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ചിത്രീകരിക്കുന്നതുകൊണ്ടാണ് അത് വലിയൊരു സംഭവം. അല്ലെങ്കിൽ വളരെ സിമ്പിൾ തന്നെയാണ്, ഒരു വട്ടം യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് സെലക്ട് ചെയ്തു, കോമ്പൗണ്ട് അപ്പോൾ ഞാൻ കണക്ട് ചെയ്തതിൻ്റെ കോമ്പൗണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ വാലറ്റ് കണക്ട് എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. സോ നമ്മളിവിടെ വാലറ്റ് കണക്ട് എന്നുള്ള ഓപ്ഷൻ ചോദിക്കുക. അത് വാലറ്റ് കണക്ട് തന്നു. ഇവിടെ കണക്ട് വാലറ്റ് ഉണ്ട്. നമ്മൾ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ പാൻകേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കണക്ട് വാലറ്റ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ കണക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അഡ്രസ്സുമായിട്ട് ഇത് കണക്ട് ആയിട്ടുണ്ട്. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ട്രസ്റ്റ് വാലറ്റിനകത്തും ചെയ്യുന്നത്. സോ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരില്ല. അതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന കോയിൻസ് വാങ്ങാനോ വിൽക്കാനോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇത്രയും കോയിൻസ് ഉണ്ട് ഇതിനകത്ത് ലിസ്റ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയിട്ടാണ് തോന്നുന്നു. ഒരു മിനിറ്റ് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതിപ്പം കറക്റ്റ് വന്നിട്ടുണ്ട്. നെറ്റ്വർക്കിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. സംഭവം തന്നെ ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിൽ കോമ്പൗണ്ട് ക്ലിക്ക് ചെയ്ത് കോമ്പൗണ്ടാണ് ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സാധനം ഓട്ടോമാറ്റിക്കലി കണക്ട് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യാനോ ഇതിനിപ്പോൾ എത്തീരിയം നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊളാറ്ററൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും. ടെതറാണ് വെക്കുന്നത് അതിനുള്ള റിട്ടേൺ കിട്ടും. ബോറോ മാർക്കറ്റ് ഉണ്ട്, ഇത് സപ്ലൈ മാർക്കറ്റ്, ഇതൊക്കെയാണ് കൊടുക്കണമെന്നുള്ളത്. ഇതേ സംഭവം തന്നെയാണ് എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് DIS കൊളാറ്ററൽ കൊടുക്കുക. DIS കൊളാറ്ററൽ നമ്മുടെ കൊളാറ്ററൽ വെച്ചിട്ട് നമുക്ക് അതിനുള്ള കടങ്ങൾ ഇവർ വേറെ എന്തെങ്കിലും ടോക്കൺ വാങ്ങാൻ അതൊക്കെ തരും. അതാണ് അതിൻ്റെ ഉദ്ദേശം. അതൊക്കെ വേറെ പാട്ടാണ്. ബട്ട് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വേറെ സാധനം ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് പോലെ നമുക്ക് എക്സ്ചേഞ്ചസ് ആണ് വേണ്ടത്. എക്സ്ചേഞ്ചസ്
അതുപോലെ തന്നെയാണ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്. നമ്മൾ മെയിൻലി പാൻകേക്ക് സ്വാപ്പ് പോലെ ഇവിടെ യൂണിസ്വാപ്പ് അതുപോലെ മറ്റുള്ള സാധനങ്ങൾ ബൈസ്വാപ്പ് 1 ഇഞ്ച് ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എത്തീരത്തെ ആകുമ്പോൾ യൂണിസ്വാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നു. യൂണിസ്വാപ്പിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഓൾറെഡി കണക്ട് ആയിട്ടുണ്ടാവും നമ്മുടെ വാലറ്റായിട്ട്. ട്രസ്റ്റ് വാലറ്റും പാൻകേക്ക് സ്വാപ്പും പോലെ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ കുറച്ച് ബാലൻസ് എത്തീരം എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ടോക്കണാണോ വേണ്ടത് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഏവയാണ് നിങ്ങൾക്ക് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ എത്തീരത്തിൽ ഇപ്പോൾ ഇത്ര നിങ്ങളുടെ മിനിമം എത്തീരം ക്വാണ്ടിറ്റി ആണ്. ഇവിടെ ഏതൊരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിലും എത്തീരം മെയിനിറ്റ് ആണെങ്കിൽ നിങ്ങളുടെ കുറച്ച് മിനിമം ഒരു എത്തീരം നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ആയിട്ട് ഉണ്ടാവണം. നിങ്ങളുടെ നെറ്റ്വർക്ക് അപ്പം മെയിനായിട്ട് അവിടെ ഉണ്ടാവണം, എത്തീരം ഉണ്ടാവണം. ഇപ്പോൾ നിങ്ങൾ മാറ്റിക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം മാറ്റിക് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ആയിട്ട് ഉണ്ടാവേണ്ടത്. ഇവിടെ നമ്മൾ എങ്ങനെയാണോ സ്വാപ്പ് ചെയ്യുന്നത് അതുപോലെ എത്തീരം ഇത്രയാണ് 0.1 നമ്മൾ സ്വാപ്പ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. അതിനുശേഷം കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കി എല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസമില്ലാത്ത കാര്യം തന്നെയാണ്. അതുപോലെ മാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മാറ്റിക്കാണ്. മാറ്റിക്കിൻ്റെ മിനിമം 0.0001 മതി. അതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളത് ഞാൻ മാറ്റിക്ക് എങ്ങനെയാണ് കുറഞ്ഞ പൈസക്ക് സെൻഡ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഒരു ഫൗസറ്റ് ഉണ്ട് നമുക്ക് ഈ ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ വരുന്ന ബ്രൗസർ എന്ന് പറയുന്നത് ബ്രൗസറിൻ്റെ സെക്ഷനിൽ വേറെ വരുന്നത് നമ്മുടെ NFTs ആണ്. നമുക്ക് NFTs ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റാരിബിൾ, ഓപ്പൺസീ ഇതൊക്കെയാണ് മെയിൻ കോമൺ ആയിട്ടുള്ള NFT എക്സ്ചേഞ്ചസ്. നമുക്ക് ഇതിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് വാലറ്റ് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. അതിനുശേഷം NFT ക്രിയേറ്റ് ചെയ്യാനോ NFT വാങ്ങാനൊക്കെ പറ്റും. അതിനുശേഷം ഗെറ്റ് ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ക്രിപ്റ്റോ പൈസ കൊടുത്ത് വാങ്ങാം. പൈസ മാക്സിമം അത് ചെയ്യാതിരിക്കാൻ നല്ലത്. പൈസ കൊടുത്ത് വാങ്ങുന്നത് പറയുന്നത് കാർഡ് ചിലപ്പോൾ ബ്ലോക്ക് ആവാനൊക്കെ ചാൻസ് എന്ന് പറയുന്നുണ്ട്. വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെ വാങ്ങുന്നത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് എങ്ങനെ വാങ്ങുന്നത് താല്പര്യമുള്ള ട്രൈ ചെയ്യാം. പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല അങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾക്ക് ഇവിടെ BSL ഇന്ത്യൻ റുപ്പീസ് ആണ്. ഇപ്പോൾ ഇവിടെ US ആയിരിക്കും വന്നിട്ട് നമ്മൾ ഇന്ത്യൻ ചൂസ് ചെയ്ത് ടോക്കണാണ്. ഇപ്പോൾ ഇത്രയും കോയിനുള്ളൂ ബിറ്റ് കോയിൻ, ലൈറ്റ് കോയിൻ, ഡാഷ്. നിങ്ങൾക്ക് ലൈറ്റ് കോയിനാണ് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ച് നമ്മളിപ്പം P2P ചെയ്യുന്ന പോലത്തെ സെറ്റപ്പാണ്. ഇതിനകത്ത് വാലറ്റിനകത്ത് P2P ഉള്ള സബ്സിഡി. നിങ്ങൾക്ക് 12,000 രൂപയ്ക്ക് LTC കൊടുത്തു കഴിഞ്ഞാൽ IMBSC കാണുന്ന IMBSC നിങ്ങൾ പൈസ അയച്ചു കൊടുത്താൽ അവർ ഈ വർത്തുള്ള LTC നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പറയുന്നത്. ഇതാണ് സംഭവം. പിന്നെ വരുന്നൊരു സെക്ഷൻ ഡെവലപ്പർ ടൂൾസ് ആണ്. അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഡെവലപ്പർ ടൂൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മാത്രമേ ഞാൻ ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സോഷ്യലി നമുക്ക് ഇവരുടെ ഡീറ്റെയിൽസ് ആയിട്ട് എവിടെയെങ്കിലും ട്വിറ്ററോ അങ്ങനെ എന്തെങ്കിലും വായിക്കുന്ന വെബ്സൈറ്റ് വായിക്കണമെങ്കിൽ വേണം. മാർക്കറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള CoinDCX ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ പുതിയൊരു ടോക്കണാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഇവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്രസ്സ് വന്ന് കോപ്പി ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും അല്ല, അപ്പോൾ BSC തന്നെയാണെങ്കിൽ ഇതിനകത്ത് പാൻകേക്ക് സ്വാപ്പ് അവൈലബിൾ അല്ല. സോ നമുക്ക് എങ്ങനെ പാൻകേക്ക് സ്വാപ്പ് ഇതിനകത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണെങ്കിൽ BSCയുടെ മാറ്റിക് മൈനെറ്റ് കാരണം മാറ്റിക് മൈനെറ്റ് പോലെ BSCയുടെ മൈനെറ്റ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇവിടെ പാൻകേക്ക് സ്വാപ്പ് എന്ന് അടിച്ചു കൊടുക്കുക. ബ്രൗസറിനകത്ത് പാൻകേക്ക് സ്വാപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഗൂഗിളിലേക്കാണ് പോയി. ഗൂഗിളിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാപ്പ് എന്താണോ അതേ സാധനം തന്നെ ഇവിടെ വന്ന് കിടക്കണം. ഇപ്പം ഇത് കണക്ട് ആവില്ല, ബിക്കോസ് നമ്മൾ BSCയിലല്ല കണക്ട് ചെയ്തേക്കണേ. നിങ്ങൾ വൺസ് ഇവിടെ BSC മാനിട്ടാണ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് കൊടുത്താൽ ആ അഡ്രസ്സുമായിട്ട് ഇത് കണക്ട് ആവും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ ട്രസ്റ്റ് വാലറ്റിലൂടെ കോയിൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത് വാങ്ങുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ. ഒരു വ്യത്യാസമില്ല. നിങ്ങളുടെ BSC അതിനകത്ത് BNB ഓൾറെഡി നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ BNB യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിൽ എങ്ങനെ വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഇതിലത്ത് വാങ്ങാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് വലിയ ക്ലാരിറ്റി കുറവില്ല എന്ന് വിശ്വസിക്കുന്നു, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊരു സൈറ്റ് ഫേവറേറ്റ് ആണെങ്കിൽ ഫേവറേറ്റ് ആക്കി വെക്കാം. ഇതൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ ഓവറോൾ വ്യൂസ്. പിന്നെ സെറ്റിംഗ്സിനകത്ത് വേറെ കാര്യമായിട്ട് പറയാനുള്ളത് നെറ്റ്വർക്ക്സ് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ നിസാരമാണ്. പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. മെറ്റാമാസ്ക് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആൾക്കാർക്ക് മാത്രമേ പാടൂ അങ്ങനെയൊന്നും ഇല്ല. വളരെ ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ സിസ്റ്റത്തിൽ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ എല്ലാവരും എക്സ്റ്റൻഷൻ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാണ്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാനുള്ളൊരു മെത്തേഡ് ഇതിനകത്തുണ്ട്. ഫോണിലും വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ ജസ്റ്റ് സെർച്ച് എഞ്ചിൻ മാറ്റി ഗൂഗിളാക്കി കഴിഞ്ഞാൽ നമ്മൾ ബ്രൗസറിനകത്ത് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതേ സാധനം നമ്മൾ ഇതിൻ്റെ മെറ്റാമാസ്കിനകത്ത് വന്നിട്ട് ആ ബ്രൗസറിലൂടെ ചെയ്താൽ മതി. അത്രയുള്ള പിടുത്തം വിട്ടു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എത്തീരം മൈനെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഈ 2 വാലറ്റ് ക്ലിക്ക് ചെയ്യുക. വേറെ 2 വാലറ്റ് ചൂസ് ചെയ്യുക. അതായത് മാറ്റിക് മൈനെറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ BSC മൈനെറ്റ് നിങ്ങൾ ചൂസ് ചെയ്യും. അപ്പോൾ ഞാൻ കറൻറ്റ്ലി അത് ചെയ്യുന്നില്ല, വീണ്ടും വളരെ ലോങ് ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്ത മാറ്റിക് മൈനെറ്റ് എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ BSC മൈനെറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വേറെ ഇതിനെക്കുറിച്ച് വേറെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയൊന്നും പറയാനില്ല. ഏകദേശം ഒരുപാട് വലിയ ടോപ്പിക്കൊന്നുമല്ല, എന്നാലും ഈ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കും. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ മതി. ഞാൻ മാക്സിമം റെസ്പോൺസ് തരാൻ നോക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നുണ്ട്. വേറെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.